Third module, next software vulnerability is cross-site scripting and its issues. അപ്പോൾ XSS എന്നാണ് നമ്മളതിനെ പറയുക, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ്. അപ്പോൾ ഈ ടൈപ്പ് അറ്റാക്സ് യൂഷ്വലി ഉണ്ടാകുന്നത് നമ്മുടെ വെബ് സെർവേഴ്സിലാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഇഷ്യൂസ് കൊണ്ടായിരിക്കും നോർമലി ഈ അറ്റാക്സ് അവിടെ ഉണ്ടായി വരാനുള്ള ചാൻസ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് നമുക്ക് XSS വൾനറബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കർ ആൾ ക്രാഫ്റ്റ് ചെയ്ത മാലീഷ്യസ് കോഡ് ആൾക്ക് ഈ വെബ് പേജിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ ആ വെബ്സൈറ്റ് വൾനറബിൾ ആണെന്ന് പറയും. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഒരു അറ്റാക്കർ ആളുടെ മാലീഷ്യസ് കോഡ് പ്ലേസ് ചെയ്യുന്നു, അല്ല എങ്ങനെയെങ്കിലും അതിനെ ക്രാഫ്റ്റ് ചെയ്യുന്നു. സോ മാലീഷ്യസ് കോഡ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ അറ്റാക്കർ. നമ്മുടെ ഡെവലപ്പറല്ല, അറ്റാക്കറാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൊക്കെ അധികവും ഇത് യൂഷ്വൽ ടാർഗറ്റ്സ് ആയിട്ട് വരുന്നുണ്ട് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്സ്. ഇനി ടൈപ്സ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് പെർസിസ്റ്റൻറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് നോൺ പെർസിസ്റ്റൻറ്റ്. പെർസിസ്റ്റൻറ്റ് നമ്മൾ വേർഡ് മീനിങ് പറയുന്ന പോലെ തന്നെ അവിടെ അറ്റാക്കറിൻ്റെ മലീഷ്യസ് കോഡ് കംപ്ലീറ്റ്ലി ഈ വെബ് സെർവറിൽ റിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്ക് എന്ന് പറയും. അല്ലാത്തതിന് നോൺ പെർസിസ്റ്റൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പെർസിസ്റ്റൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അറ്റാക്കർ ചെയ്യേണ്ട കാര്യം ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പേജിലേക്ക് ആൾ മലീഷ്യസ് കോഡ് അല്ലെങ്കിൽ മലീഷ്യസ് സ്ക്രിപ്റ്റിനെ എംബഡ് ചെയ്യുക. അപ്പോൾ വേറെ ഉള്ളവർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർ ഈ പേജ് ഡൗൺലോഡ് ചെയ്യുകയോ അത് യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ മലീഷ്യസ് സ്ക്രിപ്റ്റ് അവരുടെ മെഷീനിലേക്ക് അല്ല അവർക്ക് ഡൗൺലോഡായി കിട്ടും. എന്നിട്ട് അതവിടെ റൺ ചെയ്ത് മലീഷ്യസ് എഫക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുക. അപ്പോൾ യൂഷ്വലി ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും റെപ്രസെൻറ്റേഷൻ. ദാറ്റ് ഇസ് മലീഷ്യസ് സ്ക്രിപ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ്സിനുള്ളിലായിരിക്കും ഈ മലീഷ്യസ് കോഡ് അറ്റാക്കർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നോർമലി യൂഷ്വലി ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റ് നമ്മളുടെ യൂസറിൻ്റെ ബ്രൗസറിൽ റൺ ചെയ്യുക, അവിടെ ജാവാസ്ക്രിപ്റ്റ് എനേബിൾഡ് ആണെങ്കിൽ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന യൂസറിന് എന്തെങ്കിലും ഡാമേജ് വരുത്തുക എന്നുള്ളതാണ് ഈ കോഡിനുള്ള പർപ്പസ്. ഇനി ഈ സ്ക്രിപ്റ്റ് പല രീതിയിൽ വളരെ ചെറിയ രീതി തൊട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരെ ഇതുകൊണ്ടുണ്ടാവും. ചിലപ്പോൾ സിംപ്ലി കുക്കി റീഡ് ചെയ്ത് ലോഗിൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റീഡയറക്ട് ചെയ്ത് വേറൊരു സൈറ്റിലേക്ക് അറ്റാക്കർ ചൂസ് ചെയ്യുന്ന സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്ത് വിടുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവാം. ഇനി ഒരു അറ്റാക്ക് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെബ് സെർവറിലും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ഈ മലീഷ്യസ് ആയിട്ടുള്ള ഇൻപുട്ട് വരുമ്പോൾ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നുകിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാക്സ് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് ടാക്സ് വരുന്ന ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അതൊരു ഒരു സൊല്യൂഷൻ മെത്തേഡാണ്. പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ്ലി വർക്ക് ആവണമെന്നില്ല. ഇനി ഇവിടെ ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ടാക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ദേ ക്യാൻ യൂസ് ഓൾട്ടർനേറ്റീവ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഹെക്സാഡെസിമൽ എസ്കേപ്പ് കോഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ടാഗ് നമ്മൾ സ്കിപ്പ് ചെയ്താലും നമുക്കത് ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ സിനറിയാണ് ഇവിടെ കാണിച്ചത്. നമ്മുടെ സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ഈ ആംഗിൾ ബ്രാക്കറ്റ്സ്. അപ്പോൾ ആ 2 ആംഗിൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വേണമെങ്കിൽ ഈ 2 സിമ്പിൾസിന് പകരം ഈക്വലൻ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് LT ലെഫ്റ്റ് ടാഗ്, DT അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റർ ദാനുള്ള റൈറ്റ് ടാഗ് എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് അതിൽ വരിക. അപ്പോൾ ഈ 2 സിമ്പിൾസ് വേണമെങ്കിലും ഈ ആംഗിൾ ബ്രാക്കറ്റ്സിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഓൾട്ടർനേറ്റീവ് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ലെഫ്റ്റ് ടാഗിന് പകരം ആ സാധനം കൊടുത്തു, ഗ്രേറ്റർ ദാനിന് പകരം മറ്റേത് കൊടുത്തു. അപ്പോൾ നമ്മൾ പെർസിസ്റ്റൻറ്റ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്കറിൻ്റെ സ്ക്രിപ്റ്റിംഗ് കോഡ് നമ്മൾ വെബ്സൈറ്റിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ല അവിടെ തന്നെ ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വഴി ഉണ്ടാക്കുന്ന അറ്റാക്കിനെയാണ് പെർസിസ്റ്റൻറ്റ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് എന്ന് പറയും. ഇനി ഇത് കൂടാണ്ട് അറ്റാക്കർ ചിലപ്പോൾ കംപ്ലീറ്റ്ലി പെർമനൻ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ചേഞ്ചസോ വെബ് പേജിൽ ചേഞ്ചസോ വരുത്തുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വേറൊരിടത്തേക്ക് കൊണ്ടുപോകും. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഇതേ അറ്റാക്കിനെ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സെനറിയാണ് നമ്മൾ നോൺ പെർസിസ്റ്റൻറ്റ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെ കീ ടു ഐഡൻറ്റിഫൈങ് എ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി ഈസ് ടു സ്റ്റഡി ദ റെസ്പോൺസ് ഓഫ് എ വെബ് സെർവർ ടു ഡിഫറെൻറ്റ് ഇൻപുട്സ് റിക്വസ്റ്റഡ് ഫ്രം ദ യൂസർ. അപ്പോൾ ഈ നോൺ പെർസിസ്റ്റൻറ്റ് ടൈപ്പ് അറ്റാക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു വെബ് സെർവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കിട്ടിയ ഇൻപുട്ട് അത് എക്കോ ചെയ്ത് തിരിച്ച് തരും. സോ ദ ഇൻപുട്ട് റിസീവ്ഡ് ഫ്രം ദ യൂസർ ഈസ് എക്കോഡ് ബാക്ക് ബൈ ദ വെബ് സെർവർ. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോൺ പെർസിസ്റ്റൻറ്റ് അറ്റാക്സ് അധികവും ക്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സെനറി വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂസർ വെബ് സെർവറിൽ ലോഗിൻ ചെയ്തു. അപ്പോൾ ആളുടെ യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. അപ്പോൾ അത് കഴിയുമ്പോൾ ലോഗിൻ ആയി കഴിയുമ്പോഴത്തേക്കും സം മെസ്സേജ് ലൈക്ക് ഹലോ ജോൺ, ഇപ്പോൾ യൂസർ ആരാണോ ആളുടെ പേരിൽ പിന്നെ ഒരു മെസ്സേജ് എക്കോ ചെയ്ത് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സൈറ്റിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനനുസരിച്ച് ആ ഇൻപുട്ട് കൂടി പ്ലേസ് ചെയ്തിട്ട് എക്കോ ചെയ്തൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. ഇനി ഈ യൂസർ ഈ പേര് അല്ലെങ്കിൽ ലോഗിൻ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് പകരം ഈ സ്ക്രിപ്റ്റ് ടാഗ് എംബഡ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റ്
ആ ഇൻപുട്ട് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു അപ്രോച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ഈ നോൺ പേഴ്സൺ ടൈപ്പ് അറ്റാക്കിന് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പണിംഗ് ഉണ്ട് ക്ലോസിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അലേർട്ട് ഫയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. അപ്പോൾ ഈ അലേർട്ട് ഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ജാവാസ്ക്രിപ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അലേർട്ട് മെസ്സേജ് പോപ്പപ്പ് ചെയ്യും, അതിൽ ഫയർ എന്നുള്ള ടെക്സ്റ്റ് കാണിക്കണം, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഡാമേജ് ഉണ്ടാവില്ലെന്ന്, ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഡാമേജ് ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളും എഴുതാം. So carefully designed software on a web server should however recognize the boss JavaScript and filter it. അപ്പോൾ ഈ ജോൺ എന്ന പേര് ലോഗിനിൽ ഇൻപുട്ട് കൊടുക്കുന്നതിന് പകരം ആൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്ക്രിപ്റ്റ് ടാഗ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ഇഷ്യൂ. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗിനെ ഇൻപുട്ടിനെ ഫിൽട്ടർ ചെയ്ത് ടാഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അത് അവിടെ തന്നെ സോൾവ് ആയി പോകും. പക്ഷെ മിക്കവാറും സിറ്റുവേഷനിലും അങ്ങനെ ഒരു ഫിൽറ്ററിങ് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വെബ് സെർവേഴ്സും കിട്ടുന്ന ഇൻപുട്ട് അതേവിടെ എക്കോയോ തിരിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ഇൻപുട്ട് കിട്ടിയാലും അവിടെ ആ ഇൻപുട്ടും റിസൾട്ടായിട്ട് എന്ത് വരും, എക്കോ ചെയ്തിട്ട് തിരിച്ചു വരും. സോ ഇഫ് ജാവാസ്ക്രിപ്റ്റ് ഈസ് നോട്ട് ഡിസേബിൾഡ് ഓൺ ദ യൂസേഴ്സ് ബ്രൗസർ, the above JavaScript will be executed and an alert box with an alert message will be displayed on the web page. അപ്പോൾ ഈ ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിലും നമ്മളുടെ വെബ് സെർവർ എന്ത് ചെയ്തു, അതിനെ എക്കോ ചെയ്ത് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതിവിടെ ക്ലയൻറ്റിൻ്റെ മെഷീനിൽ ജാവാസ്ക്രിപ്റ്റ് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റ് അവിടെ റൺ ചെയ്യും. അപ്പോൾ ഇവിടെ സിംപ്ലി ഒരു അലേർട്ട് മെസ്സേജ് വരുള്ളൂ. പക്ഷേ അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിൽ സ്ക്രിപ്റ്റിനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസർ കുഡ് ഇൻസ്റ്റഡ് എൻ്റർ ജാവാസ്ക്രിപ്റ്റ് ടു റീഡ് ബ്രൗസർ കുക്കീസ് ആൻഡ് ഡിസ്പാച്ച് ദം ടു അനദർ സൈറ്റ്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, സിംപ്ലി അലേർട്ട് മെസ്സേജ് മാത്രമുള്ളത് ഹാം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വേണമെങ്കിൽ പ്രോപ്പർലി ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ക്ലയൻറ്റ് മെഷീനിൽ വന്ന് അവിടെ നിന്ന് കുക്കി ഇൻഫർമേഷൻ റീഡ് ചെയ്തത് വേറെ എങ്ങോട്ടേക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഒരു സൈഡിലേക്ക് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേണമെങ്കിലും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാം. അപ്പോൾ ഇതേ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് പല രീതിയിൽ മലീഷ്യസ് ആക്കി മാറ്റാം. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ വെബ്സൈറ്റ് abc.com. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ്സ് സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും, സെർച്ച് എൻട്രി ചെയ്ത് കൊടുക്കുക, എന്താണ് സെർച്ച് ചെയ്യണമെന്നുള്ള കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എൻ്റർ അല്ലെങ്കിൽ ഗോ അല്ലെങ്കിൽ സെർച്ച് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വറിയാണ് ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മളുടെ abc.com എന്ന സൈറ്റ്, അതിനെ ഫോളോഡ് ബൈ ദ search.asp, അവരുടെ സെർച്ച് പേജ് അല്ലെങ്കിൽ സെർച്ച് ഫംഗ്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പേജാണ് ഈ search.asp. അതിൽ ഈ ഒരു പാരാമീറ്റർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ നെയിം, അതിൻ്റെ പാരാമീറ്റർ വാല്യൂ ആണ് ബാർബി ഡോൾ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ ഡാറ്റാബേസിലുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ വെബ് സെർവർ വിൽ ചെക്ക് ഫോർ ഇറ്റ്സ് ഡാറ്റാബേസ് ഫോർ പ്രോഡക്ട്സ്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇറ്റ് വിൽ റെസ്പോണ്ട് വിത്ത് എ പേജ് കണ്ടെയ്നിങ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനുള്ള പേജ് ആൾക്ക് യൂസറിന് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഇനി യൂസർ ഈ സെർച്ച് ചെയ്യാനായിട്ട് കൊടുത്ത പാരാമീറ്റർ നെയിം ഇവിടെ പാരാമീറ്റർ വാല്യൂ ബാർബി ഡോൾ എന്നായിരുന്നു. അപ്പോൾ അതിന് പകരം ആ സെർച്ച് വാല്യൂ ആയിട്ട് സെർച്ച് ബോക്സിനുള്ളിൽ ഈ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നെക്സ്റ്റ് ഇഷ്യൂ. അപ്പോൾ ആൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കേസിൽ നമ്മൾ ജനറേറ്റ് ആവുന്ന URL കാണുന്നത്. ഫസ്റ്റ് abc.com ഉണ്ട്, നെക്സ്റ്റ് search.asp, അതേ പേജ് തന്നെ പ്രോഡക്റ്റ് ഈക്വൽ ടു വരെ സെയിം ആണ്. ഈ ബാർബി ഡോളിന് പകരം നമ്മളുടെ ആ സ്ക്രിപ്റ്റ് ആയിരിക്കും അവിടെ സെർവറിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഈ കേസിൽ നമ്മൾ നോർമലി വരുന്ന ഇൻപുട്ടിനെ വെബ് സെർവറിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യുകയോ അതിൽ ടാക്സ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നേരെ പോയിട്ട് ഡാറ്റാബേസിൽ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, ഇതൊന്ന് റിട്ടേൺ ചെയ്യും. ഈ ഒരു കമ്പോണൻ്റ് എടുത്തിട്ട് ഡാറ്റാബേസിൽ പോയി സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടിയില്ല, സോ ഇറ്റ് വിൽ നോട്ട് ഫൈൻഡ് ദ പ്രോഡക്റ്റ്. അപ്പോൾ അത് ഒരു റിട്ടേൺ റിപ്ലൈ കൊടുക്കും, എന്താ കിട്ടുക, ഈ ഒരു പ്രോഡക്റ്റ് നോട്ട് ഫൗണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ദിസ് ഈ സ്ക്രിപ്റ്റ് ടാഗ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ റിപ്ലൈ കിട്ടും. ഇപ്പോൾ യൂസർ ജാവാസ്ക്രിപ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇറ്റ്സ് അസ്യൂം ദാറ്റ് ദ അറ്റാക്കർ ഹാസ് റിസർച്ച് ദിസ് ബിഹേവിയർ ഓഫ് abc.com. അപ്പോൾ abc.com ഇങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടെന്നുള്ളത് ആൾ മനസ്സിലാക്കി വെച്ചിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ആൾ അറ്റാക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താലും എല്ലാ സെർച്ച് ബോക്സിൽ എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് എക്കോ ചെയ്ത് തരികയേ ചെയ്യുള്ളൂ. ഡാറ്റാബേസിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആ ഒരു രീതിയിലാണ് ഈ abc.com എന്ന സൈറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഇപ്പം സോ abc.com doesn't perform any validation of user's input. അതാണ് ഫസ്റ്റ് അതിൽ നിന്ന് അയാൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. കൊടുക്കുന്ന ഇൻപുട്ട്സ് എന്താണോ അതിനെ വാലിഡേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, നേരെ പോയി ഡാറ്റാബേസിൽ ചെക്ക് ചെയ്യുന്നു, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നു. HTML ടാക്സോ ജാവാസ്ക്രിപ്റ്റ് ടാക്സോ ഒന്നും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയോ ഫിൽട്ടർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ബിഹേവിയർ മനസ്സിലായത് എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് എക്കോ ചെയ്ത് ബാക്ക് ചെയ്ത് തിരിച്ചു കിട്ടും.
attacker then crafts a URL. അപ്പോൾ ഇതുപോലൊരു URL ആൾ ഫോം ചെയ്യുന്നു. അതിനകത്ത് ഫസ്റ്റ് abc.com then followed by search.asp പിന്നെ പ്രൊഡക്റ്റ് പിന്നെ ആൾ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ഇൻകോപ്പറേറ്റ് ചെയ്ത് ആൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി ആൾക്ക് എങ്ങോട്ടാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത് അത് ആൾ hacker.com ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു URL ഫോം ചെയ്തു. എന്നിട്ട് ഈ URL ആൾ ഒരു ഇമെയിൽ മെസ്സേജിൽ നമ്മൾ വിക്ടിമിന് അയച്ചു കൊടുക്കുന്നു. വിക്ടിം ഇമെയിൽ കിട്ടിക്കഴിയുമ്പോൾ മെസ്സേജിലെ ഹെഡറല്ലേ ബോഡിയെല്ലാം അട്രാക്റ്റീവ് ആയിട്ട് ആൾക്ക് അത് ഓപ്പൺ ചെയ്യാനല്ലേ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലാക്കിയിട്ട് അയക്കുക. എന്നിട്ട് ആളത് അവിടെ ക്ലിക്ക് ചെയ്ത് വിക്ടിം ക്ലിക്സ് ഓൺ എബോവ് ലിങ്ക് എന്ത് ചെയ്യും നമ്മളുടെ ആളുടെ മെഷീനിലുള്ള കുക്കി റീഡ് ചെയ്യുന്നു. എന്നിട്ട് ആ കണ്ടൻസിനെ അറ്റാക്കറിൻ്റെ വെബ്സൈറ്റിലേക്ക് ആൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ abc.comൻ്റെ പ്രീവിയസ് ബിഹേവിയർ നമ്മൾ ഇതിനു മുമ്പ് അറ്റാക്കർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് abc.com ഹാസ് ക്രിയേറ്റഡ് ആൻഡ് സ്റ്റോർഡ് എ കുക്കി ഓൺ വിക്ടിംസ് ബ്രൗസർ ഡ്യൂറിങ് എ പ്രീവിയസ് വിസിറ്റ്. അപ്പോൾ നേരത്തെ ഉള്ള ഒരു വെബ്സൈറ്റ് വഴി ഇവിടെ കുക്കി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. എന്നിട്ടാണ് നെക്സ്റ്റ് ടൈം ആൾ ഈ URL ക്രാഫ്റ്റ് ചെയ്ത് ഇവിടുന്ന് ആ കുക്കി ഇൻഫർമേഷൻ റീഡ് ചെയ്ത് ഹാക്കറിൻ്റെ വെബ്സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നോൺ പെർസിസ്റ്റന്റ് ടൈപ്പാണ്. എന്ന് വെച്ചാൽ അറ്റാക്കറിൻ്റെ കോഡ് കംപ്ലീറ്റ്ലി ഇവിടെ റിസൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് ഓവർകമ്മിങ് XSS. അതിന് വേണ്ടി എന്തെല്ലാം ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവറിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്ന എല്ലാ ഇൻപുട്ടിനെയും വാലിഡേറ്റ് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഒരു ബ്ലാക്ക് ലിസ്റ്റ് കീപ്പ് ചെയ്യുക, ഏതെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഡബിൾ കോഡ്സ് അല്ല ആംഗുലർ ബ്രാക്കറ്റ്സ് അങ്ങനെ ഈ എന്തെല്ലാം അപ്പിയർ ചെയ്യാൻ പാടില്ല അവരെ എന്തിനെല്ലാം നമ്മൾ ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം, അതിൻ്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഫോം ചെയ്യാം. അപ്പോൾ അതാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. പക്ഷേ ഇതും കംപ്ലീറ്റ്ലി നമുക്ക് സക്സസ്ഫുൾ ആവും എന്ന് പറയാൻ പറ്റില്ല. ഇതിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെ ഓൾട്ടർനേറ്റീവ്സ് അറ്റാക്കേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കും. അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന് അതായത് ഡബിൾ കോഡ്സിന് അല്ലെങ്കിൽ ആംഗുലർ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ്സ് പോലുള്ള സിറ്റുവേഷൻസിനൊക്കെ അങ്ങനെയുള്ളതിനെല്ലാം വേറെ ക്യാരക്ടർ എൻകോഡിങ്സ് ഉപയോഗിച്ച് വേറെ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റിയിട്ട് അവ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അപ്രോച്ച് നമുക്ക് വർക്കൗട്ട് ആവില്ല. അപ്പോൾ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലാക്ക് ലിസ്റ്റ് അപ്രോച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് വൈറ്റ് ലിസ്റ്റ് അപ്രോച്ചാണ്. ദാറ്റ് ഈസ് എന്തെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുക. എന്നിട്ട് ഏതെല്ലാം സ്ട്രിങ്സ് പെർമിസിബിൾ ആണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്യുക. ഒരു ഇമെയിൽ അഡ്രസ്സിന് ഒരു റെഗുലർ എക്സ്പ്രഷൻ എഴുതാൻ പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ഒരു പോർഷൻ then ഒരു @then something.com. അപ്പോൾ ആ ഒരു ഫോം നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ പാസ്വേഡ്സിൻ്റെ കേസിലാകുമ്പോൾ നമുക്കത് കുറേ കൂടെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ പല സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പാറ്റേൺസ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഫോർ ദ സെർവർ ടു HTML-encode any part of a web page contributed by a user that is to be sent to a browser. ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യേണ്ട വെബ് പേജിന് നമ്മൾ HTML-encode ചെയ്തിട്ട് അയക്കുക. അപ്പോൾ HTML-encoding എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാഗ്സ് അല്ല ആംപർസാൻഡ് അങ്ങനെയുള്ള സിമ്പിൾസിനെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ സെർവർ ക്ലയൻറ്റിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് പറഞ്ഞാൽ HTML-encoded character received by the client from the server should be interpreted as regular text. അപ്പോൾ അതിന് HTML ടാഗായിട്ട് അക്സെപ്റ്റ് ചെയ്യരുത് അല്ല ടെക്സ്റ്റ് ആയിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തേർഡ് ഓപ്ഷനാണ്. And as a fourth option, one possibility is to completely disable active web content including JavaScript. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റിനൊക്കെ ഡിസേബിൾ ചെയ്തിടുകയാണെങ്കിൽ അതുപോലെ ബ്രൗസർ കുക്കി ആക്സസ് ചെയ്യാനുള്ളതും അതിൻ്റെ ആക്സസും ഡിസേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറേയൊക്കെ ഈ പറഞ്ഞ ഇഷ്യൂസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ബട്ട് സച്ച് എ മെഷർ ഡസ് നോട്ട് പ്രിവെൻറ്റ് ഓൾ cross-site scripting attack, only those that attempt to steal browser cookie. ഇപ്പോൾ ബ്രൗസർ കുക്കി ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്യുന്ന അറ്റാക്സിന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ആക്റ്റീവ് വെബ് കണ്ടന്റ് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഈ ടൈപ്പ് അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. So that's all of cross-site scripting. Thank you.